ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 kg വെയിറ്റ് വരുന്ന എഗ്ലെസ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചില ടൈമിൽ നമ്മൾ എഗ്ലെസ് കേക്ക് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകുക അല്ലെങ്കിൽ ഒട്ടി പിടിക്കുന്ന ഒരു പരുവമൊക്കെ ആവാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ്, നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടെക്സ്ചറായിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോ അല്ലെങ്കിൽ തണുപ്പോ ഉള്ളത് എടുക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ പാലെടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ പാലും അതുപോലെ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 3 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമുക്കിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മിൽക്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 2 വട്ടം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മിൽക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ എടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതല്ല മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കട്ട പിടിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എഗ്ലെസ് കേക്ക് ആകുമ്പോൾ കുറച്ച് ബേക്കിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് ഓയിലി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ മുകളിൽ ആ ഒരു ഓയിലി ആയിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പക്ഷേ നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്നത്ര ഹൈറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ എഗ്ലെസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 ലെയറാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 ലെയറായിട്ട് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷുഗർ സിറപ്പോ മിൽക്ക് സിറപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്രീം കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗണാഷ് വേണമെങ്കിൽ ഗണാഷ് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം ഇട്ടിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായി സെറ്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു സിമ്പിൾ ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ക്രീമിലേക്ക് കുറച്ച് ഒലീവ് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു ഒലീവ് ഷെയ്ഡാക്കി എടുത്തു കേട്ടോ. ഇനി നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഫ്ലവേഴ്സ്, റോസറ്റ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. റോസറ്റ നോസിലും അതുപോലെ N46 നോസിലും ഷെൽ നോസിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ആ ഒരു ഡിസൈൻ എടുത്ത് ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുവിധം ഒന്ന് ബോർഡർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ താഴ്ഭാഗത്ത് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഒലീവ് കളർ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് പോലെ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ ഗോൾഡൻ സ്പ്രേയും കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പേര് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഒരുവിധം ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഓർഡർ വരികയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടെക്സ്ചറും നമുക്ക് കിട്ടും കേട്ടോ. ഞാനും ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.